റിവിഷൻ ടോക്കിൻ്റെ മറ്റൊരു മൊഡ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ബഷീർ, ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് അധ്യാപകൻ. റിവിഷൻ ടോക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. +2 ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ ചാപ്റ്ററായ പ്ലാനിംഗ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഹൂ, ഹൗ, വാട്ട്, വേർ, വെൻ, വൈ, അല്ലേ? നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അല്ലേ? ഇങ്ങനെ എന്തിനാണത് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ മീനിങ്ങിലേക്ക് നമുക്ക് വരാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. ഉണ്ടോ? അപ്പോൾ ഇവിടെ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. എന്താണ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നത്? വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്, ഹൗ ടു ഡു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് മാനേജീരിയൽ ഫങ്ഷൻസ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫങ്ഷനാണ്. മാത്രവുമല്ല, പ്ലാനിങ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ. പ്ലാനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. പ്ലാനിങ് എപ്പോഴും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. എന്തൊക്കെയായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്? ക്രിയേറ്റിവിറ്റി, അതേപോലെ ഇന്നൊവേഷനുമായിട്ടൊക്കെ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. പ്ലാനിങ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോസസ് ഓഫ് ആക്ഷൻസ്, അല്ലേ? പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്രോപ്രിയേറ്റ് കോസസ് ഓഫ് ആക്ഷൻസ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതിലെ ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇവാലുവേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോസസ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസസ് ഓഫ് ആക്ഷൻ ഏതാണ് എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്ലാനിങ്ങിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനാണ്, പ്രൈമറി ഫംഗ്ഷനാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഈ ആമുഖം നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാവുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പലതരത്തിൽ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എക്സാമിന് പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെടുത്തിയും കൊണ്ട് മിസ്റ്റർ അരുൺ, ദ പ്രൊഡക്ഷൻ മാനേജർ ഓഫ് RM ലിമിറ്റഡ് പ്രിപ്പയർഡ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദ നെക്സ്റ്റ് മന്ത്. മിസ്റ്റർ ഹരി, ദ ന്യൂലി അപ്പോയിൻറ്റഡ് അസിസ്റ്റൻറ്റ്, ആസ്ക്ഡ് ഹിം വൈ ഹി ഈസ് ഗിവിംഗ് ദിസ് മച്ച് ഇമ്പോർട്ടൻസ് ടു പ്ലാനിങ്. ഗിവ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ഹരി. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ചുമതലക്കാരനായ അതിൻ്റെ മാനേജർ, അല്ലേ, അടുത്ത മാസത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കുകയാണ്. അതുമായി ബന്ധപ്പെടുത്തി പുതുതായിട്ട് നിയമിതനായ ഹരി എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റാണ് അവിടെ ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. പദ്ധതി തയ്യാറാക്കലിന് എന്തിനാണ് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുക. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെടുത്തിയും കൊണ്ട് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്ന് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കാം. എപ്പോഴും അങ്ങനെ ചോദിക്കണമെന്നില്ല. ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു മാനേജർ വളരെയധികം സമയം കൊടുത്തുകൊണ്ട് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ്ങിന് ഒരുപാട് സമയം കൊടുത്തുകൊണ്ട് ചെയ്യുന്നു. പുതുതായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ അതെന്തുകൊണ്ടാണ് അത്ര സമയം അതിന് ചിലവാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ചോദിച്ച ആളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നൊക്കെയുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയും കൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ചോദിക്കാറുണ്ട്. എന്തായിരുന്നാലും നമുക്ക് എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്, അല്ലേ? പ്ലാനിങ് എപ്പോഴും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇഫ് ദർ വാസ് നോ പ്ലാനിങ്, അപ്പോൾ നമുക്കൊരു ബിസിനസ്സിൽ പ്ലാൻ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? എംപ്ലോയീസ് വുഡ് ബി വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്കില്ല എങ്കിൽ അവിടെയുള്ള എംപ്ലോയീസൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ആൻഡ് ദ ഓർഗനൈസേഷൻ വുഡ് നോട്ട് ബി ഏബിൾ ടു അച്ചീവ് ഇറ്റ്സ് ഡിസൈർഡ് ഗോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസയർ ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾസ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ.
പ്ലാനിങ് എന്ത് ചെയ്യുന്നു? കൃത്യമായ ഒരു ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേരം നമുക്ക് ആദ്യം പറയാനുള്ള പോയിന്റ്സ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കാം. പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൻ ആണ്. ഭാവിയെക്കുറിച്ച് നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ട്, അല്ലേ? ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കിപ്പം നേരത്തെ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ബൈ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ്, പ്ലാനിങ് ഷോസ് ദ വേ ടു ഡീൽ വിത്ത് ചേഞ്ചസ് ആൻഡ് അൺസർട്ടൻ ഈവൻറ്റ്. പ്ലാനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായും കൊണ്ട് അതിനെ നേരിടാനും നമുക്ക് മുന്നോട്ട് പോകാനും നമുക്കൊരു വഴി ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിലൂടെ നമുക്ക്. പ്ലാനിങ് ഉള്ളത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒഴിവാകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ചേഞ്ചസ് ഓർ ഈവൻറ്റ്സ് കനോട്ട് ബി എലിമിനേറ്റഡ്. അപ്പം ചില മാറ്റങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്തതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഈവൻറ്റും നമുക്ക് ഭാവിയിൽ മാനേജ് ചെയ്യേണ്ടി വരില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലേ, ബട്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ബട്ട് ദേ ക്യാൻ ബി ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് മാനേജീരിയൽ റെസ്പോൺസസ് ടു ദം ക്യാൻ ബി ഡെവലപ്ഡ്, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ട്. കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള കാര്യങ്ങളെ, ഭാവിയിൽ വരാൻ പോകുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങളെ, അത്തരത്തിലുള്ള ഈവൻസിനെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് എന്താക്കാനും പറ്റും? അതിനെ ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് മാനേജീരിയൽ റെസ്പോൺസസ് ടു ദം ക്യാൻ ബി ഡെവലപ്ഡ്. അതിന് തക്കതായിട്ടുള്ള മാനേജീരിയൽ റെസ്പോൺസ് എന്താണ്, സ്വത്തര നടപടികൾ എടുക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മുൻകൂട്ടി തീരുമാനിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈവൻസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പരമാവധി പ്രശ്നങ്ങളെ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് and wasteful activities. Planning reduces overlapping and wasteful activities. നോക്കൂ, planning serves as the basis of coordinating the activities and efforts of different divisions, department and individuals. അല്ലേ, നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഡിവിഷനുകളുണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് പ്ലാനിങ് എപ്പോഴും ഒരു ബേസാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ട് സെർവ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ പരമാവധി കൺഫ്യൂഷൻസ് ഒഴിവാക്കിയും കൊണ്ട്, പരമാവധി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കിയും കൊണ്ട്, അല്ലേ, പരമാവധി ഓവർലാപ്പിംഗ് ഒഴിവാക്കിയും കൊണ്ട് വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ അഡ്വാൻറ്റേജ് നോക്കൂ. പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നൊവേറ്റീവ് ഐഡിയാസ്. അല്ലേ, നമുക്ക് പ്ലാനിങ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് അത് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ഐഡിയാസൊക്കെ തന്നെ നമുക്കതിലേക്ക്, അല്ലേ, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്കതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ആക്ടിവിറ്റി ഫോർ ദ മാനേജ്മെൻറ്റ് ആസ് ഇറ്റ് ഗൈഡ്സ് ഓൾ ഫ്യൂച്ചർ ആക്ഷൻസ് ലീഡിങ് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദി ബിസിനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി നമ്മുടെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിയൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വളരെ കൃത്യതയോടെ എന്താ പുതിയ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ അതിൻ്റെ പ്രോസ്പെരിറ്റിയിലേക്കും അതിൻ്റെ ഗ്രോത്തിലേക്കും ഒക്കെ തന്നെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഒരുപാട് ഐഡിയാസൊക്കെ കൊണ്ടുവരുന്നത്. ആദ്യത്തെ പോയിന്റ് പറഞ്ഞു നോക്കൂ. സിൻസ് പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്, ന്യൂ ഐഡിയ ക്യാൻ ടേക്ക് ദ ഷേപ്പ് ഓഫ് കോൺക്രീറ്റ് പ്ലാൻസ്. അല്ലേ, പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള കൃത്യമായ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗ്രോത്തും പ്രോസ്പെരിറ്റിയും ഒക്കെ തന്നെ ആ രീതിയിലേക്കൊക്കെ തന്നെ നമുക്കതിനെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ നാലാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ. പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. അല്ലേ, നമുക്കറിയാം നമ്മൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക ഒരുപാട് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ആ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിലെ ബെസ്റ്റ് ആൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അല്ലേ, പ്ലാനിങ് ഹെൽപ്സ് ദ മാനേജർ ടു ലുക്ക് ഇൻ ടു ദ ഫ്യൂച്ചർ ആൻഡ് മേക്ക് ചോയ്സ് ഫ്രം എമംഗ്സ്റ്റ് വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. അല്ലേ, നമ്മൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് പറയുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാനേജർ ഹാസ് ടു ഇവാലുവേറ്റ് ഈച്ച് ആൾട്ടർനേറ്റീവ്. കണ്ടോ, ഓരോ ആൾട്ടർനേറ്റീവ്സും മാനേജർ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് സെലക്ട് ദ മോസ്റ്റ് വയബിൾ. അല്ലേ, ഏറ്റവും വയബിൾ ആയിട്ടുള്ളതാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഏറ്റവും വയബിളായിട്ടുള്ള, ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സസ് ഓഫ് ആക്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. നമുക്കറിയാം കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലേ, ഇവിടെ നമ്മൾ പിന്നെ ഇത് പ്ലാനിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പ്ലാനിങ് കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ദെൻ ഡയറക്റ്റിംഗ് ഉണ്ട്. കൺട്രോളിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡാണ്. ദെൻ ഫൈൻഡ് ഔട്ട് ആക്ച്വൽ, കമ്പാരിസൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് വിത്ത് ആക്ച്വൽ.
അല്ലേ? ഫൈൻഡ് ഡീവിയേഷൻ, ടേക്ക് റെമഡിയൽ ആക്ഷൻസ്, കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺട്രോളിങ്ങിൽ കൺട്രോൾ ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? പ്ലാനിങ് ആണ്. അപ്പം കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. ആ സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നത്. ബിസിനസ്സിലുണ്ടായിട്ടുള്ള ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ് അല്ലേ? പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ഓഫ് ഗോൾസ്. ദ എൻറ്റയർ മാനേജറിയൽ പ്രോസസ് ഈസ് കൺസേൺഡ് വിത്ത് അക്കംപ്ലിഷിംഗ് ദി പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ത്രൂ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് അല്ലേ? അപ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിനനുസരിച്ച് കൊണ്ടാണ് പിന്നീടുള്ള ആ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, പ്ലാനിങ് മാത്രമല്ല, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്തതിനനുസരിച്ചാണ്. പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ഗോൾ അല്ലേ? പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ഗോൾ ഓർ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പ്ലാനിങ് ആണ് നമുക്ക് ആ ഗോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കി തരുന്നത്. ഓർ സ്റ്റാൻഡേർഡ് എഗെയിൻസ്റ്റ് വിച്ച്, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഗോൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കൂടിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താനും, അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അത് എന്ത് കാരണം കൊണ്ടാണ് അത് കുറഞ്ഞത് എന്നൊക്കെ നോക്കിയും കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ് എന്ന് ഇവിടെ പറയാനായിട്ടുള്ള കാരണം. ഇനി നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണാം. അത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവസീവ് ആണ്, കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്, ഇൻ്റലക്ച്വൽ പ്രോസസ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ ഒത്തിരി പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് അല്ലേ ഒന്നും കൂടെ ഒന്ന് കാണാവുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി പ്ലാനിങ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ അതിനൊക്കെയുള്ള ആൻസറായിട്ട് നമുക്ക് എഴുതാവുന്ന പോയിന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്ന 7 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭാഗം നമുക്ക് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അല്ലേ? ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ചിലപ്പോൾ അത് എക്സാമിന് അങ്ങനെ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി പ്ലാനിങ് എന്നൊക്കെ തന്നെ ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എഴുതുന്നതിന് വേണ്ടി ഈ 7 പോയിന്റുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് അല്ലേ? വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോവാം. പ്ലാനിങ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രൈമസി എന്നൊക്കെ നമ്മൾ പറയില്ലേ? പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി മാനേജ്മെന്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷനാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് പെർവസീവ് ആണ്. നമ്മൾ അതിന്റെ മലയാളം പറഞ്ഞാൽ സർവ്വവ്യാപി എന്നൊക്കെയാണ് നമ്മൾ പറയുക. എല്ലായിടത്തും കാണാൻ സാധിക്കും, ഏത് തരത്തിലുള്ള സ്ഥാപനത്തിലും കാണാൻ സാധിക്കും. സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനിൽ കാണാൻ സാധിക്കും, ലാർജ് ബിസിനസ് ഓർഗനൈസേഷനിൽ കാണാൻ പറ്റും അല്ലേ? ജയിൻറ്റ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കാണാൻ സാധിക്കും, റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ സാധിക്കും, ബിസിനസ് ഓർഗനൈസേഷനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പ്ലാനിങ് ഈസ് പെർവസീവ് എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം അല്ലേ? പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് പോകാവുന്നതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ? എപ്പോഴും പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഭാവിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാൻ സാധിക്കുന്നത്. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളിപ്പോൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അതിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സസൈസ് അല്ലേ? പ്ലാനിങ് ഒരു മെന്റൽ എക്സസൈസ് ആണ്, അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ്. പ്ലാനിങ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ്, പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സസൈസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ തന്നെ എഴുതാവുന്നതാണ്. ദെൻ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ നീങ്ങാണ്. ഇനി പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. പല തരത്തിലാണ് എക്സാമിന് അതിൻ്റെ പ്രോസസ്സ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ സ്റ്റെപ്സ് the management need to take in the process of planning? What are the steps
ദ മാനേജ്മെൻറ്റ് നീഡ് ടു ടേക്ക് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ വലിയ ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഗംഗ, എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്, ആർഗ്യൂ ഇൻ ദ ക്ലാസ് ഡിബേറ്റ് ദാറ്റ് പ്ലാനിങ് എൻഡ്സ് വിത്ത് സെലക്ഷൻ ഓഫ് എ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഇപ്പോൾ ഗംഗ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് അവർ ആർഗ്യൂ ചെയ്യാണ്, ഒരു ഡിബേറ്റിൽ ആർഗ്യൂ ചെയ്യാണ്. എന്താണ് അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്? പ്ലാനിങ് എൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവസാനിക്കുന്നു എവിടെ? വിത്ത് ദ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ മറ്റൊരു കുട്ടി അവിടെ അത് വേറൊരു ആർഗ്യുമെൻറ്റുമായിട്ട് മുന്നോട്ട് വരികയാണ്. ബട്ട് പാർവതി എന്ന് പറയുന്ന ഒരു കുട്ടി ഓഫ് ദ സെയിം ക്ലാസ് ഒപ്പോസ്ഡ് ദി ആർഗ്യുമെന്റ് സ്റ്റേറ്റിംഗ് ദ പ്ലാനിങ് കണ്ടിന്യൂസ് ആൻഡ് ഈവൻ ആഫ്റ്റർ ദ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഈ പാർവതി എന്ത് ചെയ്യുന്നത്? ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2 ആർഗ്യുമെന്റ്സ് വന്നു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടു ഹും ഡു യു എഗ്രി? ഇവർ ഈ ആര് പറഞ്ഞ കാര്യത്തോടാണ് നമ്മൾ എഗ്രി ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ആഫ്റ്റർ ദ സെലക്ഷൻ ഓഫ് എ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ ചോദ്യങ്ങളായിട്ട് 8 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് 5 മാർക്കിനായിട്ട് 6 മാർക്കിനായിട്ടൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൈൽ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് റൂം ദ ടീച്ചർ ആസ്ക് കല അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ആർ ദി ക്വസ്റ്റ്യൻ ഇൻ ദ ക്ലാസ് റൂം ദ ടീച്ചർ ആസ്ക് കല അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ടീച്ചർ ക്ലാസ് ചോദിച്ച സമയത്ത് അവർക്ക് മറുപടി പറഞ്ഞത് ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നാണ്. അപ്പോൾ ടീച്ചർ വീണ്ടും ചോദിക്കുകയാണ്. ദ ടീച്ചർ റിപ്ലൈസ് ദാറ്റ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഈസ് മിസ്സിംഗ്. ഏതാ? ടീച്ചർ gives one clue, that is the primary function of the management. അപ്പോൾ ടീച്ചർ ഒരു ക്ലൂ കൊടുക്കുകയാണ്. അത് മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ്. അത് നേരത്തെ പറഞ്ഞ സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. അത് ഏതാണ്? ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളോട് പറയാണ് ആ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ഫംഗ്ഷൻ. കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്ലാനിംഗ് ആണ് ആ ഫംഗ്ഷൻ. എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം എഴുതണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. നോക്കൂ, ഇതൊരു ചെയിനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏറ്റവും പല തവണ റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം വളരെ നന്നായി ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ചില അസംഷൻസ് എന്ന് പറയും. പ്ലാനിങ് പ്രെമിസസ് എന്ന് നമ്മളതിന് പറയാം. പ്ലാനിങ് പ്രെമിസസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ അസംഷൻസ് ആണ്. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ അസംഷൻസ് ഒക്കെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്. എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ആണ് നമ്മുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ആണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കും. ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്. ആ ഓരോ ആൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് സെലക്ഷൻ ഫ്രം ആൾട്ടർനേറ്റീവ്, അതിലെ ബെസ്റ്റ് ആൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ ആ സെലക്ട് ചെയ്ത ആൾട്ടർനേറ്റീവിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ദെൻ ഫോളോ അപ്പ് ആക്ഷൻസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിൽ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ദെൻ പ്ലാനിങ് പ്രെമിസസ് കൊണ്ടുവരുന്നു, ദെൻ ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് നോക്കുന്നു, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, സെലക്ടിങ് ദ ബെസ്റ്റിനെ നമ്മൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചാൽ ഇത് കാണാതെ പഠിക്കാതെ തന്നെ ഈ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എന്തായിരുന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഇത് എല്ലാ പോയിന്റും പഠിച്ചു വെച്ചാലും ആ ഓരോ പോയിന്റിലും എന്താണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റി വളരെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. നമുക്ക് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. എവരി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് അല്ലേ? ഏതൊരു ഓർഗനൈസേഷനും ഒരു ഒബ്ജക്റ്റീവ് ഇല്ലെങ്കിൽ പിന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘടിച്ചുകൊണ്ട് ഒരു കൂട്ടമായി പ്രവർത്തിക്കുമ്പോൾ, ഒരു സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ലക്ഷ്യം ഉണ്ടാവും. അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? എവരി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ് മേ ബി സെറ്റ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ എഴുതേണ്ടത് നമ്മൾ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. ആ സ്ഥാപനത്തിന് മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അതിലുള്ള ഓരോ യൂണിറ്റിൻ്റെയും ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ എന്താണ് ചെയ്യേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത്, സ്ഥാപനം ആസ് എ ഹോൾ, ഒരു സ്ഥാപനം മൊത്തത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. Objectives of the organization as a whole, objectives of the department, objectives of the unit, objectives of each and every individual എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ആയിരിക്കണം, ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിരിക്കണം. ഇതൊക്കെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് എഴുതാനുള്ള പോയിന്റ്സ് ആണ്. രണ്ടാമത് പ്ലാനിങ് പ്രമിസസ് ആണ് അല്ലേ? പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ.
വിച്ച് ഈസ് അൺസർട്ടൻ അല്ലേ. എപ്പോഴും നമ്മൾ പറഞ്ഞ പ്ലാനിങ് എന്ന് പറയുന്നത് അൺസർട്ടനാണ്, ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എവറി പ്ലാനർ ഈസ് യൂസിങ് അസംഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസംഷൻസ് നമുക്ക് ഇതിൽ വെക്കേണ്ടി വരും. ചില സങ്കല്പങ്ങൾ, അസംഷൻസ് എന്ന് പറഞ്ഞാൽ ചില സങ്കല്പങ്ങൾ അബൌട്ട് അല്ലേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അസംഷൻസ് നമ്മൾ വെക്കേണ്ടി വരും. Therefore the manager is required to make certain assumption about the future. These assumptions are called planning premises. പ്ലാനിങ് premises എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ അസംഷൻസിനെയാണ്, ഈ സങ്കല്പങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് premises എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സങ്കല്പങ്ങൾ നമ്മൾ വെക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദെൻ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ. നമുക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള എന്തൊക്കെ ആൾട്ടർനേറ്റീവ്സ് ആണ് നമ്മുടെ മുന്നിലേക്കുള്ളത് അല്ലേ. ദർ മേ ബി മെനി വേ ടു ആക്ട് ആൻഡ് അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഈ ലക്ഷ്യം നേടിയെടുത്ത് നമ്മൾ ആദ്യം ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തു അല്ലേ, എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നമ്മുടെ മുന്നിലുള്ള ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻസ് എന്നാ പറയാം. അപ്പോൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവില്ലേ. ഓൾ ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ ഷുഡ് ബി ഐഡന്റിഫൈഡ്. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോന്നിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ദ കോസസ് ഓഫ് ആക്ഷൻ വിച്ച് മേ ബി ടേക്കൺ കുഡ് ബി ഐദർ റുട്ടീൻ ഓർ ഇന്നോവേറ്റീവ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ഈ കോസസ് ഓഫ് ആക്ഷൻ റുട്ടീൻ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ അത് ഇന്നോവേറ്റീവ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നമ്മളൊരു ടൂർ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്തിലെങ്ങനെയാണ് പോവേണ്ടത്, നമുക്ക് ബസ്സിന് പോകാം, ട്രെയിനിന് പോകാം, അല്ലെങ്കിൽ നമുക്ക് വിമാനത്തിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സംവിധാനത്തിലോ പോകാം. അപ്പോൾ എങ്ങനെ പോകണം, അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് 3 ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻസ് വന്നു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ബിസിനസ്സിലേക്ക് പറയുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് അത്ര വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻസ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുത്ത 4ാമത്തെ സ്റ്റെപ്പിലാണ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോസസ്. ഇനിയാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓരോന്നിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ് മസ്റ്റ് ബി ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദിയർ എക്സ്പെക്റ്റഡ് കോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മുടെ മുന്നിലുള്ള ഓരോ ആൾട്ടർനേറ്റീവ്സിൻ്റെയും കോസ്റ്റ് എത്രയാണ്, നമ്മുടെ മുന്നിലുള്ള ഓരോ ആൾട്ടർനേറ്റീവ്സിൻ്റെയും ബെനിഫിറ്റ് എത്രയാണ് അല്ലെ. ഇപ്പോൾ 2 കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലേ. അപ്പോൾ എന്താണ്, ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെയും കോസ്റ്റ് എത്രയാണ്, ഓരോന്നിൻ്റെയും ബെനിഫിറ്റ് എത്രയാണ്. അപ്പോൾ 3 ആൾട്ടർനേറ്റീവ്സ്, നമ്മൾ ബസ്സിന് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്രെയിനിന് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്ലെയിനിന് പോകണമെന്ന് പറഞ്ഞു. ഈ 3ൻ്റെയും കോസ്റ്റ് എത്രയാണ്, ഈ 3ൻ്റെയും ബെനിഫിറ്റ് എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ ആൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് എൻ ആൾട്ടർനേറ്റീവ്, സെലക്ടിങ് എൻ ആൾട്ടർനേറ്റീവ്സ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക, ദിസ് ഈസ് ദ റിയൽ പോയിന്റ് ഓഫ് ഡെസിഷൻ. ഇവിടെയാണ് പ്ലാനിങ് ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്ലാനിങ് അസിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഈ ഏരിയയിലാണ്. ദിസ് ഈസ് ദ റിയൽ പോയിന്റ് ഓഫ് ഡെസിഷൻ മേക്കിംഗ്. ദ ബെസ്റ്റ് പ്ലാൻ ഹാസ് ടു ബി അഡോപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. ദ മാനേജർ വിൽ സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഗീവ് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അറ്റ് മിനിമം കോസ്റ്റ്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിനെ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ദിസ് ഈസ് ദ സ്റ്റെപ്പ് വേർ അതർ മാനേജീരിയൽ ഫംഗ്ഷൻസ് ആൾസോ കം ഇൻ ടു ദ പിക്ചർ. അപ്പോൾ മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസും, അതായത് ഈ ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്നോടുകൂടെ നമ്മൾ ഓർഗനൈസിങ് വരണം, പിന്നെ സ്റ്റാഫിംഗ് വരണം, ഡയറക്റ്റിംഗ് വരണം, കൺട്രോളിംഗ് വരണം, മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസും മാനേജീരിയൽ ഫംഗ്ഷൻസും ഇതിനോട് ഈ ഇംപ്ലിമെന്റേഷൻ വരുന്നതോടെ മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസും പിക്ചറിലേക്ക് വരികയാണ് അല്ലേ. ദ സ്റ്റെപ്പ് ഈസ് കൺസേൺഡ് വിത്ത് പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. നമ്മുടെ ഈ ഇപ്പോൾ പ്ലാനൊക്കെ തന്നെ ഇനി ഒരു ആക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് അല്ലേ, അതിനെ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എന്താണോ നമുക്ക് ഡൂയിങ് വാട്ട് ഈസ് റിക്വയർഡ്, എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇംപ്ലിമെന്റ് ദ പ്ലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ സ്റ്റെപ്പ്. 7ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നു, ഫോളോ അപ്പ് ആക്ഷൻസ്. ഏറ്റവും അവസാനം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം അല്ലേ, ടു സീ whether plans are being implemented and activities are performed according to the schedule അല്ലേ. നമ്മൾ ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടു സീ വെദർ പ്ലാൻസ് ആർ ബീങ് ഇംപ്ലിമെന്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ. നമ്മൾ ഷെഡ്യൂൾ പ്രകാരമാണോ, അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ, ആൾസോ പാർട്ട് ഓഫ് ദി പ്ലാനിങ് പ്രോസസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം തന്നെയാണോ ഇത് നടക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറയുന്നത്. മോണിറ്ററിംഗ് ദ പ്ലാൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ തന്നെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത് കൃത്യമായി നമ്മുടെ പ്ലാനിനെ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അപ്പോൾ ഇത് ഫോളോ അപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നൊക്കെ നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 സ്റ്റെപ്സ്
സ്റ്റെപ്സ് ആണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. പഠിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ സ്റ്റെപ്സിന് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻസിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ ടൈപ്സ് പ്ലാൻസ് ആണുള്ളത്? ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാൻ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 ടൈപ്പ് പ്ലാനുകളാണ്, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ആദ്യം നമുക്കതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ടൈപ്സ് ഓഫ് പ്ലാൻ അല്ലേ. എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നതിന് തന്നെ നമുക്കത് ആ വേർഡ് തന്നെ ക്ലിയർ ആണ് അല്ലേ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഈവൻറ്റ് ഓർ പ്രോജക്റ്റ്. ഒരു വൺ ടൈം ഈവൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വൺ ടൈം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലാൻസിനെയാണ് നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് പ്ലാൻസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം അല്ലേ. നമുക്കിങ്ങനെ കുറേ കാലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പീരിയഡ് ഓഫ് ടൈമിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലേ. അപ്പോൾ അത് സ്റ്റാൻഡിങ് പ്ലാനാണ്, അത് ഫിക്സഡ് പ്ലാനാണ്, അതിലിങ്ങനെ മാറ്റം വരുത്തേണ്ടതില്ല. മറ്റേത് സിംഗിൾ യൂസ് പ്ലാനാണ്. അത് അതിൻ്റെ ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഈവൻറ്റ് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കത് അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ പ്ലാൻ നോക്കിയിട്ട് പുതിയ ടൈപ്പില്ലേ പുതിയ പ്രോജക്റ്റ് വരുന്ന പുതിയ ഈവൻറ്റ് വരുന്ന സമയത്ത് അതിന് വേറെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് സ്റ്റാൻഡിങ് പ്ലാൻ എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്, ഫിക്സഡ് പ്ലാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടായി തരംതിരിച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, റൂൾ ഉണ്ട് അല്ലേ. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് പല രീതിയിലാണ് ഈ +2 പരീക്ഷ നമ്മളിതൊരു എക്സാം റിവിഷൻ ടോക്ക് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മീനിങ്. ഒരു എക്സാമിനെ കുറിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഊന്നി പറയുകയാണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മീനിങ്. അതിൻ്റെ മീനിങ് പറയണം. ഇവിടെ പറയാൻ പോകുന്ന പ്ലാൻ ഏതാണെന്ന് നോക്കിയിട്ട് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. എന്താ? സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഫാക്ടറി. സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഫാക്ടറി. സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമുക്കിപ്പം തന്നിരുന്ന ടൈപ്പ് ഓഫ് പ്ലാൻസിലെ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഇതൊന്നും പഠിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അത് റൂളാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് പ്ലാൻസിലെ റൂൾ എന്നാണ് അതിന് ആൻസർ ചെയ്തേണ്ടത്. റൂൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി മറ്റൊന്ന് നോക്കൂ, സെയിൽസ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. സെയിൽസ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. എന്താ സെയിൽസ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു പോളിസിയാണ്, അതൊരു നയമാണ്, നമ്മുടെ ബിസിനസിൻ്റെ ഒരു നയമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്രെഡിറ്റിന് സാധനം വിൽക്കുന്നില്ല, ക്യാഷിന് മാത്രമാണ്. എന്താ സെയിൽസ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലേ സാധനം വിൽക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ പിന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോളിസി എന്നുള്ളതായിരിക്കണം അതിന് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ടൈപ്സ് ഓഫ് പ്ലാൻസ് ചോദിച്ചത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. മറ്റൊരു ക്വസ്റ്റൻ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഒബ്ജക്റ്റീവ്സ് എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ്, പ്രോഗ്രാം. ഈ 3 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എക്സാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 വന്ന് 3 മാർക്കിനൊക്കെയാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ചെറിയ മാർക്കിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലത് ഒബ്ജക്റ്റീവ്സ് ആണ്, ചിലത് സ്ട്രാറ്റജിയാണ്, ചിലത് പോളിസിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് പ്ലാൻസ് അതിനെ 2ആയിട്ട് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ആർ ദി എൻഡ്സ് ടുവേർഡ്സ് വിച്ച് ആക്ടിവിറ്റി ഈസ് എയിംഡ് അറ്റ് ഫോർ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലേ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലേ നമ്മുടെ എൻഡ് റിസൾട്ടാണ്. ഒബ്ജക്റ്റീവ്സ് ആർ ദി എൻഡ്സ്. അവിടേക്കാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും എയിം ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എവിടേക്കാണോ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസിനെ എയിം ചെയ്യിപ്പിക്കുന്നത് അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ. അപ്പോൾ സ്ട്രാറ്റജി എന്ന് കേൾക്കുമ്പോൾ അവിടെ കോംപ്രിഹെൻസീവ് പ്ലാനാണ് ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. This comprehensive plan will include determining long-term objectives, adopting particular courses of action, allocating resources, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്ട്രാറ്റജി ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. സ്ട്രാറ്റജി കഴിഞ്ഞാൽ നമ്മൾ പോളിസിയിലേക്കാണ് പോകുന്നത്. നേരത്തെ ഞാൻ ചോദിച്ച ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ സെയിൽസ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, ക്യാഷ് ബേസിൽ മാത്രമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോളിസിയാണ്. പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, ചില വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കും. ഡാഷ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡ് തിങ്കിങ് ഓർ ചാനലൈസ് എനർജീസ് ടുവേർഡ്സ് എ പർട്ടിക്കുലർ ഡയറക്ഷൻസ് എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അതിന് പോളിസി എന്നാണ്. പോളിസി ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡ് തിങ്കിങ് ഓർ ചാനലൈസ് എനർജീസ് ടുവേർഡ്സ് പർട്ടിക്കുലർ ഡയറക്ഷൻസ്. കണ്ടോ, അപ്പോൾ ഇവിടെ പോളിസിയാണ്. പോളിസി പ്രൊവൈഡ്
എ ബേസിസ് ഫോർ ഇൻ്റർപ്രറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, പോളിസി വരുന്നത്, വിച്ച് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ഇൻ ജനറൽ ടേംസിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോളിസികൾ എന്തൊക്കെയാണ്, നയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പ്രൊസീജിയർ. എന്താണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, പ്രൊസീജിയർ ഈസ് എ ക്രോണോളജിക്കൽ സീക്വൻസ് ഓർ സ്റ്റെപ്പ് ടു ബി അണ്ടർടേക്കൺ ടു എൻഫോഴ്സ് എ പോളിസി. ഒരു പോളിസി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി, അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരുന്ന ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ബാർ ആയിട്ട്, ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോ ഡേറ്റ് ബാർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന, നമ്മൾ ഓരോ ടൈമിലും നമ്മൾ ചെയ്യേണ്ടി വരുന്ന, അങ്ങനെ സീക്വൻസ് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സീക്വൻസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ വളരെ ചുരുക്കി സ്റ്റെപ്സ് എന്ന് പറയാം അല്ലേ, അത്തരത്തിലുള്ള സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം, മെത്തേഡ്. എന്താണ് മെത്തേഡ് എന്ന് പറയുന്നത്? മെത്തേഡ് പ്രൊവൈഡ് the prescribed ways or manner in which a task has to be performed considering the objective കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അല്ലെ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള the manner in which task has to be performed, എങ്ങനെയാണ് ആ ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാവുക അതിന് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. മെത്തേഡ്സ് പ്രൊവൈഡ് ദ പ്രിസ്ക്രൈബ്ഡ് വേസ് ഓർ മാനർ. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മാനർ എന്താണ്, അത് ചെയ്യാനുള്ളൊരു വേ എന്താണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് മെത്തേഡാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. മെത്തേഡ്സ് മേ വേരി ഫ്രം ടാസ്ക് ടു ടാസ്ക്. ഓരോ ടാസ്കും മാറുന്നതിനനുസരിച്ച് വാരി ചെയ്യും, അല്ലെ, മെത്തേഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതും മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. റൂൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ റൂളായിരുന്നു അല്ലേ, എന്താ, സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദ ഫാക്ടറി പ്രെമിസസ് എന്ന് പറയുന്നത് റൂളായിരുന്നു. അപ്പോൾ റൂൾസ് ആർ ദ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ. കണ്ടോ, ദേ ഡു നോട്ട് അലോ ഫോർ എനി ഫ്ലെക്സിബിലിറ്റി ഓർ ഡിസ്ക്രിഷൻ. അപ്പോൾ നമ്മളിങ്ങനെ റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, അതൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും, അതിൽ നമുക്ക് വേറെ ഡിസ്ക്രിഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് റിഫ്ലെക്ട്സ് മാനേജീരിയൽ ഡിസിഷൻ ദാറ്റ് എ സർട്ടൻ ആക്ഷൻ മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ബി ടേക്കൺ. നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ ആ റൂൾ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ആക്ഷൻ എടുക്കുക. അപ്പോൾ അവിടെ മാനേജർ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ റൂൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ റൂൾ അങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനുള്ള ആ ഡിസിഷൻ മേക്കിങ്ങിനും ആക്ഷൻസിനും ഒക്കെ തന്നെ മാനേജർ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്താണ് പ്രോഗ്രാംസ് ആർ, അല്ലേ, ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. വിച്ച് ഔട്ട്ലൈൻസ് ദ ഒബ്ജക്റ്റീവ്സ്. അതിൽ എന്തൊക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടാവും, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടാവും, പോളിസീസ് പറഞ്ഞിട്ടുണ്ടാവും, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, റൂൾസ് ഉണ്ടാവും, ദെൻ ടാസ്ക് ഉണ്ടാവും, ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് റിക്വയർഡ് ഉണ്ടാവും, ആൻഡ് ദ ബജറ്റ് ഉണ്ടാവും. ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മളിതിനെ പ്രോഗ്രാം എന്ന് പറയുക. പ്രോഗ്രാംസ് ആർ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ പ്രോജക്റ്റ് വിച്ച് ഔട്ട്ലൈൻസ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പോളിസീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, റൂൾസ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടാവും, ടാസ്കുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും, ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് റിക്വയർഡ് എന്തൊക്കെയാണ്, ആൾസോ ബജറ്റ് അതും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും, എത്ര എമൗണ്ട് ഒക്കെയാണ് നമ്മൾ അതിന് ചിലവാക്കുന്നത് എന്നുള്ളത്, അല്ലേ, ആൾസോ ദ ബജറ്റ് ടു ഇംപ്ലിമെന്റ് എനി കോഴ്സ് ഓഫ് ആക്ഷൻ. ഓരോ കോഴ്സ് ഓഫ് ആക്ഷനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ അതിനൊരു പ്രോഗ്രാം എന്നുള്ള രീതി നമ്മൾ അതിനെ അവതരിപ്പിക്കാറ്. ദെൻ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ബജറ്റ്, അല്ലേ, ബജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. അപ്പോൾ അത് ന്യൂമറിക്കൽ ടേംസ് ചിലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. അപ്പോൾ അവിടെ നമ്മൾ ബജറ്റ് എന്നാണ് എഴുതേണ്ടത്. പലതവണ ആവർത്തിച്ച് ചോദിച്ചൊരു ക്വസ്റ്റനും കൂടിയാണ്. ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് ക്വാണ്ടിഫൈസ് ഫ്യൂച്ചർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അല്ലേ. അപ്പോൾ ഇവ എപ്പോഴും ഇതൊരു ക്വാണ്ടിഫൈസ് ആയിട്ടാണ്, ക്വാണ്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്, അത് ക്വാണ്ടിറ്റിയിൽ ഇത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്, ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അവസാന ഭാഗം എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് പല തരത്തിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ദ ബിസിനസ് മാനേജേഴ്സ് നീഡ് ടു ഓവർകം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ദ ബിസിനസ് മാനേജർ നീഡ് ടു ഓവർകം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ടും ചില സെൻറ്റൻസുകൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അങ്ങോട്ട് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദി പ്ലാനിങ് എന്ന് ചോദിക്കാതെ ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാൽ അതിന് ചില ഡിസഡ്വാൻറ്റേജ്. പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് സഫേഴ്സ് ഫ്രം നമ്പർ ഓഫ് ലിമിറ്റേഷൻസ്. ഉണ്ടോ, പ്ലാനിങ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷനാണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട് ഫ്രം നമ്പർ ഓഫ് ലിമിറ്റേഷൻസ്. എക്സ്പ്ലെയിൻ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ എല്ലാ ഭാഗവും നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അവിടെ അത് പിന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല, അത് റിജിഡാണ്, ഫിക്സഡ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ അങ്ങനെയാണ്, അപ്പോൾ അതുമായി നമുക്ക് മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ എന്ന അർത്ഥത്തിലാണ് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി എന്ന് പറയാനായിട്ടുള്ള കാരണം. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, പ്ലാനിങ് മെ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ്. പ്ലാനിങ് ഒരിക്കലും ഡൈനാമിക് ആയിട്ടുള്ള, നമുക്കറിയാം ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡൈനാമിക് ആണ്. നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു, അതിൽ എൻവയോൺമെന്റിനെ പറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഡൈനാമിക് എൻവയോൺമെന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ പ്ലാനിങ് എത്രത്തോളം വർക്ക് ആവണമെന്നില്ല എന്നാണ് രണ്ടാമത്തെ ഇതിനെ പറ്റിയുള്ള വിമർശനങ്ങളാണ്. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലേ, നമ്മളൊരു കാര്യത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ അവിടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ആരോപണം. പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. പ്ലാനിങ്ങിന് ഒരുപാട് ക്യാഷ് ചിലവാകുന്നു എന്നുള്ളതാണ്, ഹ്യൂജ് കോസ്റ്റ്, ഇത് കോസ്റ്റ്ലി പ്രോസസ്സാണ് എന്നുള്ളതാണ് നാലാമതായിട്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത്. പ്ലാനിങ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു വിമർശനവും കൂടിയുണ്ട്. പ്ലാനിങ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്, അതിന് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാൻ ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിജയിക്കണം എന്നില്ല. പ്ലാനിങ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നല്ലാതെ എല്ലാ കാര്യങ്ങളും 100% പ്ലാൻ ചെയ്തതുകൊണ്ട് വിജയിക്കണമെന്നില്ല എന്നുള്ള വിമർശനവും പ്ലാനിങ്ങിനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ദി പ്ലാനിങ് എക്സാമിന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.